കേന്ദ്ര നയങ്ങൾക്കെതിരായ കേരളത്തിൻ്റെ ഡൽഹി സമരം ആരംഭിക്കാനിരിക്കെ ഡൽഹിയിലെ ജന്തർ മന്ദറിലെ സമരവേദി സന്ദർശിച്ച മന്ത്രിമാർ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാർ എത്തിയിരിക്കുന്നു. അവർ വേദിയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രൊഫസർ KV തോമസും അവിടെയുണ്ട്. മറ്റുള്ള മന്ത്രിമാരും എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ മന്ത്രിമാരും CPIM സംസ്ഥാന സെക്രട്ടറിയും പരിശോധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. R രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ജന്തർ മന്ദറിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, മന്ത്രിമാരൊക്കെ എത്തിക്കഴിഞ്ഞോ? പറയൂ. SKN തീർച്ചയായിട്ടും അല്പം അകലെ മാത്രമാണ് കേരള ഹൗസ് ഉള്ളതെങ്കിലും ഈ സമരത്തിന് സജ്ജനാകുന്നതിന് മുൻപ് തന്നെ വേദിയിലെത്തി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെയും ഒപ്പം കേരളത്തിലെ പ്രത്യേക പ്രതിനിധിയുടെയും നേതൃത്വത്തിലുള്ള സംഘം. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഈ സമരത്തിന് വേണ്ടിയിട്ടുള്ള വേദി തയ്യാറായി കഴിഞ്ഞു. ഈ വേദിയിൽ കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു മുദ്രാവാക്യം എന്താണ് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോർഡ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കും. ഫെഡറലിസം സംരക്ഷിക്കാൻ കേരളത്തിൻ്റെ പോരാട്ടം എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് കേരളം ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ഭരണഘടനയുടെ ഒരു ചിത്രമൊക്കെ വച്ചിട്ടുണ്ട്. രാജ്യത്തെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഫെഡറൽ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏകാധിപത്യ പ്രവണതയിലേക്കോ അഥവാ BJP നിശ്ചയിക്കുന്ന വിധത്തിലേക്ക്, സംസ്ഥാനങ്ങളെ ദ്രോഹിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നു എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് കേരളത്തിൻ്റെ ലക്ഷ്യം. ഒരു പ്രഖ്യാപിതമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കേരളം ഈ സമരത്തിന് നേതൃത്വം നൽകാനായിട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏതാണ്ട് 10:45 കേരള ഹൗസിൽ നിന്ന് മാർച്ച് നടത്തി 11 മണിയോടുകൂടി ഇവിടെ എത്തി. ഒരു 2 മണിവരെ അഥവാ നീളുന്ന ഒരു സമരമായിരിക്കും ഇവിടെ സംഘടിപ്പിക്കുക. ഒരുപക്ഷെ ആദ്യം ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചത് കേരളമാണ്. മുൻപത്തെ പതിവുകൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ കേന്ദ്രവിരുദ്ധ സമരം ആദ്യം നടത്തിയത് മമതാ ബാനർജിയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അതിന് തുടർച്ചയായി മറ്റേതെങ്കിലും സംസ്ഥാനം ആ വിധത്തിൽ നടത്തിയൊരു ചരിത്രം എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. മറിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളമാണ് ഈ വിധത്തിലുള്ള ഒരു സമരത്തിലേക്ക് എത്തുന്നത്. കേരളത്തിന് തുടർച്ചയായിട്ട് സമരം പ്രഖ്യാപിച്ച കർണാടക ഇന്നലെ അവരുടെ സമരം നടത്തുകയും ചെയ്തിരുന്നു. അടുത്ത ദിവസങ്ങളിൽ മറ്റു ചില സംസ്ഥാനങ്ങൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളും ഈ വിധത്തിൽ സമരം നടത്താനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ ഈ സമരം പ്രതിഫലിപ്പിക്കുന്നത് രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകൾ കൂടിയാണ്. കാരണം സർക്കാർ പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധനവിനിമയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാന പരിഗണനയായി ആ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അഥവാ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. അർഹമായിട്ടുള്ള വിഹിതം പോലും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ധനക്കമ്മിയുടെ കാര്യത്തിൽ കേരളത്തിന് നിബന്ധന 3% എന്നതിൽ കേന്ദ്രം ശടിക്കുമ്പോൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന വിമർശനവുമുണ്ട്. കടമെടുപ്പിന്റെ പരിധി സംസ്ഥാനത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ നിബന്ധനകൾ മുന്നോട്ട് വെച്ചു.